ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റെക്കോർഡ് ഓപ്പണിംഗ് ആണ്. നിഫ്റ്റിയും സെൻസസും റെക്കോർഡ് ഹൈയിൽ ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ്. ഏഷ്യയിൽ ചൈനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ്റെ ടോപ്പിക്സ് ഇൻഡെക്സ് ഉണ്ട്, 2000 സ്റ്റോക്കുകളുടെ ഒരു മെഷറാണ്. ആ 2000 സ്റ്റോക്കുകളുടെ ഇൻഡെക്സ് ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 1989 ഡിസംബർ 29 ഹിറ്റ് ചെയ്ത ഓൾ ടൈം ഹൈ ഇന്ന് ക്രോസ് ചെയ്തിരിക്കുകയാണ്. നിക്കായ് 225 മുമ്പ് തന്നെ ക്രോസ് ചെയ്തിരുന്നു. പൊതുവെ ജപ്പാനിലെ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് സെപ്റ്റംബർ മുതൽ കുറയ്ക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കും അതുപോലെ തന്നെ S&P 500 പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം മൈക്രോസോഫ്റ്റ് അതുപോലെ തന്നെ ടെസ്ലയാണ് വീണ്ടും നല്ല രീതിയിൽ ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. $246.4 പെർ ഷെയറിനാണ് ഇന്നലെ ടെസ്ലയുടെ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് 7% അപ്പായിരുന്നു. മൈക്രോസോഫ്റ്റും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. നമ്മൾ നിഫ്റ്റിയും സെൻസസ് ഇന്നലെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഒപ്പം ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡും റാലി ചെയ്തിരുന്നു ഇന്നലെ. ഇന്ന് $2366 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റാലി ചെയ്തിട്ടുള്ളത് അയൺ ഓറാണ്. $108 പെർ ടണ്ണിൽ നിന്ന് $113 പെർ ടണ്ണിലേക്കാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. NMDCനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ബ്രന്റ് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $86.9 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മെറ്റൽസ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വേദാന്തയാണ് ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത്. വേദാന്തയുടെ അലുമിന പ്രൊഡക്ഷൻ വലിയ രീതിയിലാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേദാന്ത പറയുന്നത് സിൽവറിന് ഹ്യൂജ് ഡിമാൻഡാണ്, സിങ്ക് പ്രൊഡക്ഷനും കൂടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകൾ വേദാന്തനെ സംബന്ധിച്ചും ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. ഒപ്പം വേദാന്തയുടെ ഡിമർജർ ഡിസംബറിന് മുമ്പ് കഴിയുമെന്നുള്ള എക്സ്പെക്റ്റേഷനും കൂടിയാണ്. അപ്പോൾ വേദാന്ത വീണ്ടും നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഒരു സ്റ്റോക്കാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ്. അൾട്രാടെക് സിമെൻറ്റ് ഓറിയൻ സിമെൻറ്റിന് ടേക്ക് ഓവർ ചെയ്യാനുള്ള നീക്കത്തിലാണ്. സിമെൻറ്റ് വാറാണ് നടക്കുന്നത്, ടേക്ക് ഓവർ വാറാണ് നടക്കുന്നത്. അഡാനിയും അൾട്രാടെക്കും അതായത് ആദിത്യ ബിർള ഗ്രൂപ്പാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ സിമെൻറ്റ് കമ്പനികൾ അക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ സൂചന കൂടി തന്നെയാണ്. ഡിമാൻഡ് വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഐനോക്സ് ഫിൻഡ് ലിമിറ്റഡ് ഡെറ്റ് ഫ്രീ ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു റിന്യൂവബിൾ എനർജി കമ്പനിയും കൂടിയാണ്. 142-143 റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ആണ്. L&T ഫിനാൻസ് Q1 ഡിസ്ബേഴ്സ്മെൻറ്റ് റേറ്റ് അതുപോലെ തന്നെ റിക്കവറി റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എക്സലൻറ്റ് ഫിഗേഴ്സാണ് L&T ഫിനാൻസ്. അപ്പോഴും മൊമെൻറ്റം കാണിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം 900 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. പാസഞ്ചർ ഫ്രൈറ്റ് വാഗൺസ് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ടിറ്റഗ്രനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. G&T GE കമ്പനിയാണ്. ഇവർക്ക് പുതിയ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ITD സിമെൻറ്റേഷൻ അവർ പ്രമോട്ടർ എക്സിറ്റ് അടിക്കാനുള്ള തീരുമാനത്തിലാണ്. തീർച്ചയായിട്ടും ITD സിമെൻറ്റേഷനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ ആണ്. പിന്നെ വലിയ രീതിയിൽ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ലോങ് റണ്ണിൽ മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ഒപ്പം ധാരാളം ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ബന്ധൻ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് എക്സലൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഓഫീസ് ലീസിങ് H1 അതായത് ജൂൺ വരെ ഈ കലണ്ടർ ഇയർ 2024 കലണ്ടർ ഇയർ റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. ഇതും സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ബിസിനസ് ആക്ടിവിറ്റീസിനെയാണ്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൻ്റെ പോസിറ്റീവ് മൊമെൻറ്റത്തിനെ തന്നെയാണ്. ഒപ്പം സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് നമ്മുടെ 2024 ടോപ്പിക്കുള്ളതെന്നായിരുന്നു. വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അമേരിക്കയിൽ പ്രസിഡന്റ്
പദത്തിന് വേണ്ടിയുള്ള റണ്ണിങ്ങിൽ ജോ ബൈഡൻ പിന്മാറുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ട്രംപ് ആയിരിക്കാം വലിയ രീതിയിൽ മുന്നേറാൻ പോകുന്ന റിപ്പോർട്ടുകളാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ESG റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. അതേസമയം ബാങ്കുകൾ, എനർജി സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികളൊക്കെ ഫേവർ ചെയ്യുന്നതാണ് ട്രംപ്. തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ കാണിച്ചേക്കാം. പക്ഷേ ഇന്ന് ഗ്ലോബലി എല്ലാ ക്രിപ്റ്റോ കറൻസികളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയിൽ അടുത്ത 4 മാസത്തിനുള്ളിൽ പ്രസിഡന്റ് ഇലക്ഷൻ വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് 4 സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനും വന്നേക്കാം. ഓൾറെഡി 3 എന്തായാലും കൺഫേംഡ് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ വരെയാണ് 4 അസംബ്ലി ഇലക്ഷനും വന്നേക്കാം. അത് വളരെ ക്രൂഷ്യലാണ് നമ്മുടെ കോയലേഷൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. അപ്പം നമുക്കും നല്ല രീതിയിലുള്ള വളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്കാണ് മുന്നേറുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും വലിയ രീതിയിൽ മാർക്കറ്റ് മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. Q1 റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും എന്നുള്ളൊരു തിങ്കിങ് ആണ് മാർക്കറ്റിലുള്ള എല്ലാവർക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യാം. നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ കുറേയൊക്കെ മാർക്കറ്റ് റാലിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടും മറക്കണ്ട. അതോടൊപ്പം തന്നെ നല്ല വൊളാറ്റിലിറ്റിയിൽ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.